ചേട്ടാ എച്ച് ഞാൻ തന്നാൽ മതി. എച്ച് തുടങ്ങി ഒരുപാട് നേരമായോ? ഇല്ല. എച്ച് എത്ര? Hi friends, once again welcome back to T Vlogs. It's me Tinu Varghese. ദിഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ഈ അടുത്തിടെ ഇറങ്ങി. ഈ അടുത്തിടെ നല്ല ഒരു 2 വീക്കെങ്കിലും ആയിക്കാണോന്ന് തോന്നുന്നത്. കാരണം തിരുവോണ ടൈമിലാണ് ഇറങ്ങിയത്. കിഷ്കിന്ദ കാണ്ഡം. പറയുന്ന പ്രൊണൗൺസിയേഷൻ ശരിയാണോ ഇല്ലയെന്ന് അറിയത്തില്ല. ആ ഫിലിം ഞാൻ ഇന്നലെ ഒന്ന് കണ്ടു. എൻ്റെ പൊന്നോ, കായംകുളം SP മാളിലാണ് ഞാൻ ചലച്ചിത്രം ഒന്ന് കണ്ടത്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് ലേറ്റായി. അതിൻ്റെ ക്ലിപ്പായിരുന്നു കുറച്ച് മുന്നേ ഞാൻ നിങ്ങൾ കണ്ടത്. ഓക്കെ, സബ്ജക്റ്റിലോട്ട് വരാം. അദ്ദേഹം എടുത്തു വച്ചേക്കുന്ന പാറ്റേൺ മലയാളത്തിൽ ഈ അടുത്തിടെ എന്നല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതുപോലൊരു സൈക്കോളജിക്കൽ ഡ്രാമ എന്ന് പറയാൻ പറ്റത്തില്ല, ഫാമിലി ഫിലിം ഉണ്ടായിട്ടില്ല. ഇതിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. എങ്ങനെ പറയാനെന്ന് അറിയത്തില്ല. കാരണം ഇതൊരു ത്രില്ലിങ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫിലിം ആയതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനും പറ്റത്തില്ല. പക്ഷെ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബന്ധം, അത് എങ്ങനെ, ഏത് തരത്തിൽ, ഏത് വിധത്തിൽ എന്നോ ഉള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളല്ല. ഈ സിനിമയുടെ ഏറ്റവും അവസാനം കുറച്ച് നിമിഷങ്ങളുണ്ട്. എൻ്റെ പൊന്നോ, ഇതിന് മുമ്പും കുറച്ച് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചലച്ചിത്രം നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ്, ആ സ്ക്രിപ്റ്റിൻ്റെ ബലമാണ്. സ്ക്രിപ്റ്റിൻ്റെ ബലവും ഡയറക്ടേഷൻ അത്രത്തോളം മികവ് കുഴപ്പമില്ല. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ഛായാഗ്രഹണമായിരിക്കട്ടെ, പിന്നെ ബാക്കിയുള്ളവരുടെ ഓരോരുത്തരുടെ ഇതിനകത്ത് അഭിനയിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി എനിക്ക് എടുത്തു പറയാനുള്ളത് മകനായിട്ട് അഭിനയിച്ച ആസിഫ് അലിയും അച്ഛനായിട്ട് വന്ന വിജയരാഘവൻ്റെ എന്നാ പെർഫോമൻസാണ്. അദ്ദേഹമൊക്കെ കഴിഞ്ഞ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ വിജയരാഘവൻ്റെ കഴിഞ്ഞ കാലയളവിലെ ഒരു സീക്വൻസും കാര്യങ്ങളും ഒരു പാസ്റ്റ് പോലെ കാണിക്കുന്നുണ്ട്. അത് മേക്കപ്പ് സെക്ഷനും ഒക്കെ എന്ന് പറഞ്ഞാൽ എന്നെ പക്ക നീറ്റോടുകൂടി എടുത്തേക്കുന്നതെന്ന് ഇതെനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. കാരണം ആ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം വിജയരാഘവൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇഷ്യൂ, അത് മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കാണിക്കുന്നത്. പിന്നീട് ഈ അടുത്ത ജ്ഞാപകം പോലെ അതുപോലുള്ള സിനിമകളിലൊക്കെ ക്രിഞ്ചടിക്കുന്ന മേക്കപ്പും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പിന്നീട് ഛായാഗ്രഹണമായിക്കോട്ടെ, എല്ലാം കൊണ്ടും. പിന്നെ ആസിഫ് അലി, എൻ്റെ പൊന്നും ഒന്നും പറയണ്ടായില്ല. നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു ഡയറക്ടറുടെ കയ്യിലും കിട്ടുവാണ്. പുള്ളി വേറെ ലെവലാണെന്നല്ല, പുള്ളി നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കൊരു കാര്യം പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ ഈ സിനിമ OTT കാണാതിരിക്കുവാണെങ്കിലും നിങ്ങൾക്കിത് ഒരു തിയേറ്റർ അനുഭവം തന്നില്ലല്ലോ എന്നൊരു, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എനിവേ, ടിനു വർഗീസ് ഫ്രം T Vlogs സൈനിങ് ഔട്ട്. പറ്റുമെങ്കിൽ കിഷ്കിന്ദാപുരം ഒന്ന് പോയി കാണും. കിഷ്കിന്ദ കാണ്ട ഒന്ന് പോയി കാണും.